ഇലക്ട്രിക് മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ മാതിരി നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടണ്ട. ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയ സമയത്ത് അവരോട് ചോദിച്ചു എപ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഓയിൽ തീരുന്ന സമയത്താണ്. ഓയിൽ തീരില്ലോ വെച്ച് ഞാൻ കാത്തുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഓയിൽ മഞ്ഞ കളറായിട്ടുണ്ട്, അതുപോലെ തന്നെ റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കറ പിടിച്ച് കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ മഞ്ഞ കളർ ഓയിൽ നിന്നിട്ട് ഈ മെഷീൻ്റെ ഈ ഒരു ഭാഗം മൊത്തം തുരുമ്പ് പിടിച്ചെടുക്കാം കേട്ടോ. മെഷീനിന് ഭയങ്കര കേടാണ്. ഇവിടെ തുരുമ്പ് പിടിച്ചാൽ ഇത് മാറ്റാനൊക്കെ നല്ല പൈസയാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മെഷീൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാന്തുണ്ട്, ഇത് കാന്താണ്. ഇതെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു ആണിയുണ്ട്. സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഈ ഒരു ആണി ഊരിയതിന് ശേഷം അവിടെ ഹോളുണ്ട്, ആ ഹോള് വഴിയാണ് അടിയിൽ കൂടി വെച്ച് കൊടുത്താൽ ഓയിൽ മൊത്തമായിട്ട് പോരും. ഇത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഈ സ്ക്രൂ. അപ്പോൾ ഈ നെക്സ്റ്റ് വഴി എടുത്ത് എന്ത് ചെയ്യുക, മെഷീൻ്റെ ഹെഡ് മാറ്റി വെച്ചിട്ട് പാത്രം ഒന്നായിട്ട് എടുത്തിട്ട് ഓയിൽ ഒഴിവാക്കാന്ന്. പക്ഷേ മെഷീൻ്റെ ഹെഡ് നല്ല വെയിറ്റാണ്, എനിക്ക് ഒറ്റയ്ക്ക് പൊക്കുന്നില്ല പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് എൻ്റെ മക്കളെ ഡ്രസ്സ് എടുത്തിട്ട് മൊത്തമായിട്ട് ഞാൻ ഒപ്പിയെടുത്ത് അതിൻ്റെ ശേഷം കറ പിടിച്ച ഓരോന്നും ഞാൻ ഇങ്ങനെ കുത്തി ഒരതി ആ കറ മൊത്തം പോക്കി മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പോക്കിയിട്ടുണ്ട്. ഇത് ഹൈ എന്നും ലോ എന്നാണ് വാക്കിയിൽ. ഹൈ വരെ ഒരു മെഷീൻ്റെ ഓയിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓയിൽ തീർന്നു പോവുകയാണ് ചെയ്യുക. അതേ സ്ഥാനത്ത് എപ്പോഴെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നവർ ഓയിൽ ചേഞ്ച് കൊടുക്കണം. കളറ് ചേഞ്ച് ആകുമ്പം നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.